എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന സദ്യ സ്പെഷ്യൽ സാമ്പാറാണ്. അതിനായിട്ട് ഞാൻ ഹോം മെയ്ഡായിട്ട് സാമ്പാർ പൊടി തയ്യാറാക്കിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ മാർക്കറ്റിൽ നിന്നുള്ള സാമ്പാർ പൊടിയാണെങ്കിൽ മസാല മൂപ്പിക്കുന്നതിൻ്റെ സമയത്ത് 2 ടീസ്പൂൺ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സാമ്പാർ പൊടിയിലേക്ക് ചേർക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക, പിക്ചേഴ്സൊക്കെ സെൻഡ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും 1000 നന്ദി. അപ്പോൾ പൂർണ്ണമായ വീഡിയോ നിങ്ങൾ കാണുക. താങ്ക് യു. ഡോണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ സാമ്പാറാണ്. ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എത്രയാണെന്ന് പറയാം. ഞാൻ ഒരു മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു പച്ച ഏത്തക്കായുടെ പകുതി, പിന്നെ ഒരു സവോള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, 3 കോവയ്ക്ക, 3 വെണ്ടയ്ക്ക, 6 ബീൻസ്. ഇത്രയും പച്ചക്കറിയാണ് ഞാൻ സാമ്പാറിനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഈ സാമ്പാറിൽ ഇടാം. ചേന, വെള്ളരിക്ക, വഴുതനങ്ങ ഒക്കെ ഇടാം. ഞാൻ ഇത്രയും പച്ചക്കറി എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാമ്പാറിൽ ആരും ബീട്രൂട്ട് ചേർക്കാറില്ല. ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കളറ് ബീട്രൂട്ടിൻ്റെ കളറ് ആവും, റെഡ് കളറാവും. അതുകൊണ്ട് ആരും ബീട്രൂട്ട് ചേർക്കാറില്ല. അപ്പം ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഈ ഒരു കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി വെച്ചിരിക്കുകയാണിത്. പിന്നെ നമ്മൾ സാമ്പാർ, ഇത് പുളിയാണ്, വാളംപുളിയാണ്. ഇതൊരു നെല്ലിക്ക കഷ്ണം വാളംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുത്തി വെച്ചിരിക്കുകയാണ്. സാമ്പാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ പുളി കുറച്ച് വെള്ളത്തിൽ കുത്തി വെക്കണം, എന്നാലേ പുളി ഇറങ്ങത്തുള്ളൂ. ഞാൻ ഹോം മെയ്ഡായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കിയാണ് ഈ സാമ്പാറിലോട്ട് ഞാൻ ചേർക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഫുൾ മല്ലി, മുഴുവൻ മല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4-5 കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാം. 1/2 ടീസ്പൂൺ ഇട്ടുവാണെങ്കിൽ നല്ല കൊഴുപ്പ് സാമ്പാറിന് കിട്ടും. പിന്നെ 7-8 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കടുക് താളിക്കാണ്ട് ഞാൻ 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കൂടുതൽ എടുക്കുന്നത് സാമ്പാറിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒരുക്കാൻ പറ്റുന്ന അത്രയും ഒരു 10 തൊട്ട് 15 വരെയുള്ള ചുവന്നുള്ളി എടുക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി മസാലയൊക്കെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് പച്ചക്കറികൾ ഇട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. നമ്മളിതിനകത്ത് മുരിങ്ങക്കോലും വെണ്ടയ്ക്കായും തക്കാളി ഇപ്പം ചേർക്കുന്നില്ല. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ പച്ചക്കറിയും ഇതിലോട്ട് ചേർക്കുകയാണ്. കാരണം അതിനെല്ലാം കുറച്ച് വേവേ ഉള്ളൂ മുരിങ്ങക്കോലിനൊക്കെ. അപ്പം ഇതിലോട്ട് കുക്കറിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകും. ആവശ്യത്തിന് ഉള്ള ഉപ്പിടുക, കാരണം പുളി ചേർക്കുന്നതിന് മുമ്പ് ഉപ്പിടണം, അല്ലെങ്കിൽ കറിയിലേക്ക് പിടിക്കത്തില്ല. ഇതിനാണ് നമ്മൾ ഇപ്പോൾ ഉപ്പിടുന്നത്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുവാണ്. പിന്നെ പൊടി ചേർക്കുന്ന കൂട്ടത്തിൽ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് പിന്നെ കായം ചേർക്കുവാണ്. 2 ചെറിയ കഷ്ണം കായം ഇതിനോട്ട് ചേർത്തു. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഈ കുക്കറിൻ്റെ വെള്ളം ഞാൻ 1/4 ഭാഗം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ ഒരു ഫിസിലടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. പച്ചക്കറി ഒത്തിരി വേവണം, എന്നാൽ ഒത്തിരി വെന്ത് പോകാതെ വേണം ഇരിക്കാനായിട്ട്. ഇവരെ അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ ഒരു ഫിസിലടിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഹോം മെയ്ഡ് സാമ്പാർ പൊടി തയ്യാറാക്കാം. ഇത് നന്നായിട്ട് ചൂടായി ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഹോം മെയ്ഡ് സാമ്പാർ ഉണ്ടാക്കുന്ന സാമ്പാറിനാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. തീ ഒരു മീഡിയം തീയിൽ ഇട്ടാൽ മതി.
ഇതിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് ഇടുന്നത്. കാരണം ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ഇടാനായിട്ടോ ഒന്നും ഇല്ല. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. 2 മിനിറ്റ് കൂടെ ഇളക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയിലെ ചെറിയ ജാറിൽ ഇത് ചെറിയ മിക്സിയിലകത്ത് നമുക്ക് അടിച്ചെടുക്കണം. സാമ്പാർ പൊടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് നേരം ഇത് ഒത്തിരി നേരം ഇത് ഫിസിൽ പോകാൻ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ആണ് ഞാൻ ഇതെടുത്ത് മാറ്റിയേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് പുളി ഒഴിക്കണം. ഇപ്പോൾ പകുതി പുളി വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. കാരണം പിന്നെ നോക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് മുരിങ്ങക്കോല് ഇട്ട് കൊടുക്കണം. മുരിങ്ങക്കോലൊക്കെ ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. കാരണം അതൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന്. ഇനി ഇതിവിടെ തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത പാനിലോട്ട് കടുക് താളിക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എണ്ണ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒരു 2 കീറി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വരണ്ടാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇങ്ങനെ എണ്ണയിലിട്ട് വഴട്ടുമ്പോൾ കുറച്ചുകൂടി വളരെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഡയറക്റ്റ് ഇപ്പം മുരിങ്ങക്കോൽ ഇടുന്ന സമയത്ത് ഇതിടുന്നതിനേക്കാളും നല്ലത് എണ്ണയിൽ ഇങ്ങനെ വഴറ്റി നമ്മൾ സാമ്പാറിലോട്ട് ഇടുമ്പം വളരെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല പൊടികൾ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ സാമ്പാർ പൊടിക്കകത്ത് 1 ടേബിൾ സ്പൂണോളം മൊത്തം മല്ലി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് 1/4 ടീസ്പൂണോളം കാശ്മീരി പൗഡറും കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ചേർക്കുകയാണ്. തീ വളരെ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഈ പൊടികളെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. സാമ്പാർ പൊടി ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഇനി ഇതിനകത്തോട്ട് ഇട്ട് ചൂടാക്കുന്നില്ല. അഥവാ നിങ്ങൾക്ക് കയ്യിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ ഈ മസാലയുടെ കൂട്ടത്തിൽ ആ പൊടി ഇട്ട് മൂപ്പിക്കണം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. സാമ്പാറിൻ്റെ ഈ കഷ്ണങ്ങളെല്ലാം ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇപ്പം ഇത് നന്നായിട്ട് മുരിങ്ങക്കോലൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഹോം മെയ്ഡ് സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുവാണ്. അതേപോലെ കായപ്പൊടി നിങ്ങൾക്ക് വേണേൽ ഇപ്പം ഇതിലോട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പുളി ഇച്ചിരി കുറവാണ്. ഞാൻ ബാക്കി പുളിയും കൂടെ ഒഴിക്കുവാണ്. ഇതൊരു 3-4 മിനിറ്റോ നന്നായി തിളക്കട്ടെ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന
ഒരു സാമ്പാറാണ്. ബാക്കി വന്ന സാമ്പാർ പൊടി നിങ്ങൾക്ക് ഒരു ഡപ്പയ്ക്കകത്ത് പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത വട്ടം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ചിലവ് ഇതിനകത്ത് മല്ലിയില ഇടുന്നവരുണ്ട്. പിന്നെ നമ്മൾ സദ്യക്കൊന്നും വിളമ്പുമ്പോൾ നമ്മൾ മല്ലിയില സാധാരണ ഇടാറില്ല. ചില സ്ഥലങ്ങളിൽ ഇടുന്നവരുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാം. 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഇതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി സദ്യ സ്പെഷ്യൽ സാമ്പാറാണ്, പ്രഷർ കുക്കർ സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. തീ ഓഫ് ചെയ്തു. ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത റെസിപ്പി ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.